ചേരാമംഗലം അന്താഴി PKS വായനശാലയുടെയും മഹിളാ സമാജത്തിന്റെയും 66ാമത് വാർഷികാഘോഷം വിവിധ പരിപാടികളോടെ നടന്നു. രാവിലെ 8 മണിക്ക് വി രാജൻ പതാക ഉയർത്തിയതോടെയാണ് വാർഷികാഘോഷം തുടങ്ങിയത്. വൈകിട്ട് നടന്ന പൊതുസമ്മേളനം നാടകരചയിതാവ് ഫ്രാൻസിസ് ടി മാവേലിക്കര ഉദ്ഘാടനം ചെയ്തു. ഒരു വായനശാല അതിന്റെ 66ാം വാർഷികം ആഘോഷിക്കുമ്പോൾ ഈ നിങ്ങളുടെ ഇടയിൽ പ്രവർത്തിക്കുന്ന കുറെ പേർ ചേർന്നൊരു നാടകം അവതരിപ്പിക്കുക. ഒരു 3-4 മാസത്തെ കഷ്ടപ്പാട്, എൻ്റെ ഒരു അറിവിൽ ഒരു 4-5 ലക്ഷം രൂപയുടെ ചെലവ് ഒക്കെയാണ് ഇതിന് വേണ്ടി വരുന്നത്. ഒരു നാടകം അവർ തന്നെത്താൻ പഠിച്ച് നിങ്ങളുടെ മുന്നിൽ പ്രസന്റ് ചെയ്ത് കാണിക്കുമ്പോൾ വേണമെങ്കിൽ അവർക്ക് ഒരു 10,000-50,000 രൂപ കൊടുത്താൽ ഒരു പ്രൊഫഷണൽ നാടക സംഘത്തെ വിളിച്ച് ഒരു നാടകം ഇവിടെ അവതരിപ്പിക്കാം. അതല്ല, നിങ്ങൾക്ക് വേണ്ടപ്പെട്ട നിങ്ങളിൽപ്പെട്ടവർ അവരൊരു നാടകം പഠിച്ച് കഴിഞ്ഞ വർഷമൊക്കെ കുറ്റമറ്റ രീതിയിൽ അവരിവിടെ അവതരിപ്പിക്കുകയായിരുന്നു. ഈ വർഷവും അങ്ങനെ തന്നെ കുറ്റമറ്റ രീതിയിൽ നിങ്ങളുടെ മുന്നിൽ അവരൊരു കലാരൂപം അവതരിപ്പിക്കാൻ പോവുകയാണ്. ആ അർപ്പണ മനോഭാവം അവരുടെ മനസ്സിലെ, അവരുടെ കർമ്മത്തിലെ ആ അർപ്പണ മനോഭാവം കണ്ടപ്പോഴാണ് എഴുതുന്നതിൻ്റെ ഇടയ്ക്ക് നിന്നും 2 ദിവസം മെനക്കെട്ട് ഇവിടെ വരാൻ വേണ്ടി തീരുമാനിക്കുകയും നിങ്ങളെയൊക്കെ കാണുകയും നിങ്ങളോട് ഒരു ചെറിയ കൊച്ചു വർത്താനം പറയാം എന്ന് ആഗ്രഹിച്ച് ഞാൻ വന്നത്. പഞ്ചായത്ത് പ്രസിഡന്റ് ടി വത്സല അധ്യക്ഷയായി. വായനശാല പ്രസിഡന്റ് എ പ്രഭാകരൻ സ്വാഗതം പറഞ്ഞ പരിപാടിയിൽ സെക്രട്ടറി എ വിജയൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു. മഹിളാ സമാജം പ്രസിഡന്റ് കലാവതി, വായനശാല ട്രഷറർ കെ ഗുരുവായൂരപ്പൻ എന്നിവർ പ്രസംഗിച്ചു. മാണിക്കൻ നന്ദി പറഞ്ഞു. വൈകിട്ട് കുരുന്നുകളുടെയും യുവതീ യുവാക്കളുടെയും നൃത്തങ്ങൾ അരങ്ങേറി. നേരിന്റെ കാവലാൽ നാടകവുമുണ്ടായി.